ഏറ്റവും പ്രധാനമായി വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങിയതായി വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാവിലെ മുതൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും കേട്ടതായിട്ടാണ് റിപ്പോർട്ടർ എം.ജി. മിഥുൻ പ്രദേശത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അവിടുത്തെ ആളുകൾ എന്താണ് പറയുന്നത്? ഭവ്യ, ഞാനിപ്പോൾ ഉള്ളത് അമ്പുകുത്തി എന്ന പ്രദേശത്താണ്. ഇവിടെയാണ് വലിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ വലിയ ആശങ്കയിലാണുള്ളത്. കാരണം രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയൊരു സൗണ്ടോടുകൂടി ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തത്. ആ സമയത്താണ് ഇവരെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയും ഈ കാര്യങ്ങളൊക്കെ തന്നെ മറ്റു അധികൃതരെയൊക്കെ വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ചധികം വീട്ടമ്മമാരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചു നോക്കാം. ഇത് എന്താ, എപ്പോഴാണ് ഈ സൗണ്ട് കേട്ടത്? 9:45 ഒക്കെ ആയിട്ടുണ്ടാവും രാവിലെ. ഒരു 2 പ്രാവശ്യം ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വിചാരിച്ച ഇടി പൊട്ടിയതോ അങ്ങനെ എന്തെങ്കിലാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ഈ കടയുണ്ട്, ഇവിടെ ആ കടേന്റെ സെറ്ററൊക്കെ അങ്ങനെ ഇളകുന്ന പോലെ കുലുങ്ങി. വീട് ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണോ? ഞങ്ങൾ ഇവിടെ തന്നെ. ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പ് പണിയെടുക്കുകയാണ്. പണിയെടുക്കുന്ന ആ സമയത്താണ്. അപ്പൊ ഞാൻ പഞ്ചായത്തിൽ നിന്ന് അവര് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വലിയ പ്രശ്നമാണെങ്കിൽ ഞാൻ ഇവിടുത്തെ മേറ്റാണ്, അപ്പൊ അവര് തൊഴിൽ നിർത്തിക്കോളാൻ പറഞ്ഞു. തൊഴിൽ നിർത്തി തൊഴിലാളികളെ വീട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ അവരെയൊക്കെ വീട്ടിലേക്ക് വിടുകയാണ്. ഇപ്പൊ വേറൊരു സൈറ്റിലും കൂടി പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അവിടേക്കും പോകണം. മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഇതുപോലത്തെ സൗണ്ട് എന്തെങ്കിലും ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു? ഇല്ല. പിന്നെ ഇവിടെ അടുത്ത വീട്ടിലെന്താ പാത്രങ്ങളൊക്കെ നിലത്ത് വീണു, ബൈക്കൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി എന്നൊക്കെ പറയുന്നത് കേട്ടു. അവരൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അതേ പ്രദേശം ഇവിടെ നാളത്തേക്കാണോ? അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സൗണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ പണിയെടുത്തോണ്ടിരുന്നപ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്? പറമ്പിലായിരുന്നു നമ്മൾ പണിയെടുത്തോണ്ടിരുന്നത്. സൗണ്ട് വലിയ സൗണ്ടായിരുന്നു. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയുന്നില്ലല്ലോ, എന്ത് സംഭവിക്കുന്നുണ്ട് എന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ തൊഴിലാളികളൊക്കെ എല്ലാവരോടും ഒന്നിച്ച് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. അപ്പോഴും എല്ലാവരും എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അങ്ങനെ നിന്ന് പിന്നെ വീട് ഇവിടെ എത്ര ദൂരമുണ്ട്? കുറച്ച് അങ്ങോട്ട്. ആ ഭാഗത്തൊക്കെ വിളിച്ചു ചോദിച്ചോ? വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചോ? വീട്ടിലൊന്നും ആരും ഇല്ലപ്പോ, ഒക്കെ ഓരോ സ്ഥലത്ത് പോയവരാണ്. അപ്പൊ അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എന്താ അവസ്ഥ, എന്താ സ്ഥിതി എന്നൊന്നും അറിയാത്ത അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങള്. എങ്ങോട്ട് എന്ത് ചെയ്യുന്നുള്ള ഞങ്ങള് പണി നിർത്തിക്കോളാൻ പറഞ്ഞു. ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. പേടിയുണ്ട് ചെറുതായിട്ടൊക്കെ, പിന്നെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും മരിക്കുമ്പോ ഒപ്പം മരിക്കാമല്ലോ. ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് എന്താ പറയുന്നത്? അല്ല, ഒക്കെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യമായിട്ടൊന്നും. ഒക്കെ ഇങ്ങനെ ചാനലിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട്. വിളിച്ചു ചോദിച്ചോ? വിളിച്ചു ചോദിച്ചു. പിള്ളേരൊക്കെ ദൂരത്തു നിന്നൊക്കെ വിളിച്ചു ചോദിക്കുക, എന്താണ് അവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ചെറുതായിട്ട് ഒരു ഒച്ച കേട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങളൊക്കെ സ്വല്പമായിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അറിവിലുണ്ടായിട്ടില്ല. ചേച്ചിയുടെ വീട് ഇവിടെ തന്നെയാണോ? അവിടെ തൊട്ടടുത്ത. അവിടെയൊക്കെ വിളിച്ചു ചോദിച്ചോ? എല്ലാരും വിളിച്ചു ചോദിച്ചു. എന്റെ മോൻ മാത്രമേ ഉള്ളൂ വീട്ടില്. മോനെന്താ പറയുന്നേ? മോന് പിന്നെ സംഭവം ഇങ്ങനെ ഒച്ച കേട്ടായിരുന്നു. പക്ഷെ മോൻ പഠിക്കുകയാണ്. ഞാനിങ്ങനെ ഓൺലൈനിൽ ഇതാക്കിയിട്ട് പഠിക്കുകയാണ്. അപ്പൊ ഇത് സൗണ്ട് ഉണ്ടാവും. എല്ലാരും ഇപ്പൊ ഇതേപോലെ എന്താ പറയാ കൂനിയ സാധാരണ ഇടി വെട്ടലുണ്ടല്ലോ കർക്കിടക മാസത്തില്, അതാണെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് അറിയില്ലായിരുന്നു. വീട്ടിലെന്തെങ്കിലും ഒരു പ്രകമ്പനോ അങ്ങനെ എന്തെങ്കിലും അറിയില്ല. പക്ഷെ തൊട്ടടുത്തൊക്കെ ഉള്ളവരത്തൊക്കെ പിന്നെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ പാത്രം ഇങ്ങനെ കുലുങ്ങുന്ന മാതിരി പിന്നെ വണ്ടി നിർത്തിയിട്ടടുത്തൊക്കെ ഭയങ്കര കുലുക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ വയനാട് ഇപ്പം വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളൂ. അതാണ് എല്ലാവർക്കും പേടി. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുടുംബക്കാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുക. നമ്മളോടൊക്കെ പിന്നെ ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് തന്നെ നമ്മളോട് പണി നിർത്തി കയറി പോയിക്കോളാനാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്ന് അവർക്കൊക്കെ പേടി. എന്താന്ന് വെച്ചാൽ ഓരോരുത്തരൊക്കെ കുടുംബത്തിൽ 1-2 ആൾക്കാരൊക്കെ ഉള്ള ആണുങ്ങളൊക്കെ പണിക്ക് പോകുന്നവരല്ലേ. അപ്പൊ എല്ലാവരോടൊന്നും ആര് നിൽക്കാനൊക്കെ പറയുന്നത്. ഇതെന്താ സംഭവം നമുക്ക് ശരിക്കും അറിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ അത് കാരണം മറ്റുള്ളവർ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് പേടി. എന്താണെന്നറിയാം എന്താ സംഭവം. ഇപ്പൊ നമ്മളെ മുണ്ടക്കൈയിലൊക്കെ സംഭവം നടന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാണ്. ഇവിടെ എത്രത്തോളം വീടുണ്ട് ഈ ഭാഗത്തൊക്കെ? ഇവിടെ 400 ചുറ്റുവട്ടത്തന്നെ 400 വീടുണ്ട്. ഈ മലയുടെ മുകളിൽ നിന്നാണ് ഇത് കേട്ടത്? ഇവിടുന്നാണ് ശരിക്കും ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇത് ഇവരോട് തന്നെ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം. പിന്നെ എനിക്ക് അതിന്റെ അപ്പോഴത്തേക്ക് ഒരു കോള് വന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടോ, ഒരു തരിപ്പ് എന്തെങ്കിലും വന്നത്. പക്ഷെ നമ്മൾ പണിയെടുക്കുന്നതിന് മുഴങ്ങൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇടി വെട്ടി നല്ല സൗണ്ടായിരുന്നു. 2 പ്രാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു.
ഞങ്ങളും കേട്ടു. ഞങ്ങൾ കേട്ടപ്പോ വലിയൊരു സൗണ്ടാ കേട്ടെ. അപ്പൊ വിചാരിച്ചു എന്താ പറയാ ഈ കൂനിടി എന്ന് പറഞ്ഞ സമ്പ്രദായം അതായിരിക്കും വിചാരിച്ചു. പിന്നീടാണ് പറഞ്ഞു കേൾക്കണത്. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചായ എല്ലാം കുടി കഴിഞ്ഞപ്പോഴാണ് ഈ കടേന്റെ അവിടെ എനിക്ക് ഞങ്ങളെ വിളിച്ചു. അപ്പൊ അവരുടെ ഷീറ്റ് പൊന്തിന്നോ അവിടെ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷമാണ് ഞങ്ങളോട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. തൊഴിലുറപ്പ് പണിക്കാരൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഞങ്ങളിപ്പോ സംസാരിച്ചിരുന്നു. അപ്പൊ തൽക്കാലം ഒക്കെ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. തീർച്ചയായും ഭവ്യ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ വലിയ ആശങ്കയുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്ന വേളയിൽ കൂടിയാണ് ഈ ഒരു തരത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്, ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ഡാമേജിന്റെ ഒരു അസസ്മെന്റും ഇതുവരെ നമ്മൾ നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷനും ക്യാമ്പ്സിന്റെ കാര്യങ്ങളും ബോഡി മാനേജ്മെന്റ് മുഴുവൻ കാര്യങ്ങളും നമ്മൾ വളരെ നല്ല രീതിയിൽ അവർക്ക് ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ടും അവർ പോസിറ്റീവായിട്ടും മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഒരു സൈറ്റ് ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, സൈറ്റ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഡീബ്രീഫിംഗും ഉണ്ടാവും. താങ്ക് യു. വയനാട് കളക്ടർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ചിലയിടങ്ങളിൽ വീടിന്റെ ജനലുകൾ തകർന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഉള്ളതാണോ? എവിടെയാണ് അങ്ങനെയുള്ളത്? മിഥുൻ നിൽക്കുന്ന ഏതെങ്കിലും ആ ഭാഗത്ത് ഏതെങ്കിലും വീടിന് അത്തരത്തിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ? ആളുകൾ അങ്ങനെ എന്തെങ്കിലും വിവരം നൽകുന്നുണ്ടോ മിഥുൻ? ഇവിടെ സമീപത്തൊരു കടയുണ്ട്. ആ കടയിൽ വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങിയ ആ സ്ഥലത്താണ് ഇപ്പോൾ മിഥുനുള്ളത്. അവിടെ നിന്ന് ആളുകൾ പറയുന്നത് ഇത്തരത്തിൽ രാവിലെയോടുകൂടി വലിയ ശബ്ദം കേട്ടു. പക്ഷേ ആദ്യം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല. കർക്കിടക മാസമാണ്, സ്വാഭാവികമായും മഴയും ഇടിയും ഉണ്ടാകും. അത്തരത്തിലുള്ള ഇടിമുഴക്കമാണ് എന്നാണ് തങ്ങൾ ആദ്യം കരുതിയതെന്നാണ് അവിടുത്തെ നാട്ടുകാർ മിഥുനുമായി സംസാരിച്ചപ്പോൾ പങ്കുവച്ചത്. പക്ഷെ പിന്നീടാണ് ഇത് പ്രകമ്പനമാണ് എന്ന റിപ്പോർട്ടുകൾ വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ തുടരാം. ഭവ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു സമീപത്തുള്ള ഒരു കടയിൽ, അതായത് ഈ നമ്മളൊക്കെ അല്പം സമയത്തു മുമ്പ് സംസാരിച്ച ചേച്ചിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവരിവിടെ തൊഴിലുറപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നതാണ്. ആ സമയത്ത് വലിയ രണ്ട് തവണ വലിയ പ്രകമ്പനത്തോടുകൂടി സൗണ്ട് കേട്ടു. പക്ഷേ അവർ വിചാരിച്ചത് ഏതെങ്കിലും തരത്തിൽ ഇടിമുഴക്കങ്ങളാണോ എന്ന് കരുതി അവർ വീണ്ടും പണി തുടരുകയായിരുന്നു. പക്ഷേ സമീപത്തുള്ള ആ ഒരു കടയിൽ ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് കേട്ടു. ഒപ്പം തന്നെ അവിടെ ഒരു ഇടിമുഴക്കമുണ്ടായി. അവിടുത്തെ ഷീറ്റുകൾ പൊന്തി എന്നൊക്കെയുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ചേച്ചി വീട് ഇവിടെ തന്നെയാണോ ഉള്ളത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഓഫീസിലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഓടി വന്നു? വിളിച്ചു, ന്യൂസ് എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നതാ. ഇപ്പൊ എന്തോ ഇവിടെ എങ്ങനെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അങ്ങനെ എന്തെങ്കിലും? വീട്ടിലില്ല, വീട്ടിലെ ക്രാക്കും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒന്നുമില്ല. തീർച്ചയായും നമുക്ക് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇവർ പറയുന്ന പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ ആശങ്കയോട് ഈ പ്രദേശവാസികളും ഒപ്പം തന്നെ ഇവിടെ താമസിക്കുന്നവരൊക്കെ പുറത്ത് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണം. കാരണം വലിയ പ്രശ്നമുണ്ടായ ഒരു സമയമാണ്. വയനാടിനെ സംബന്ധിച്ച് വലിയ ദുരന്തമുണ്ടായ ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ ഈ വലിയ സൗണ്ടോടുകൂടി 2 തവണ ഉണ്ടാകുമ്പോൾ ഈ പ്രദേശത്തൊന്നും ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു സൗണ്ട് കേട്ടിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. കൂടാതെ ഉദ്യോഗസ്ഥരെത്തി ഉടൻ തന്നെ ഇപ്പോൾ നമ്മൾ അല്പസമയത്ത് മുമ്പ് സംസാരിച്ചവരെല്ലാം തന്നെ ഈ ഒരു തൊഴിലുറപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. അവരിവിടെ നിന്ന് ഈ ജോലി പൂർത്തിയാക്കി അവരോട് ഉടൻ തന്നെ മടങ്ങി തിരികെ പോകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ അവരുടെ വീടൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അകലെയാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ ഏകദേശം 400-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാണ് ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഭൂമിയിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മുഴക്കമുണ്ടായത്, ഒപ്പം തന്നെ ഈ സൗണ്ട് എങ്ങനെയാണ് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിന് മുകളിലൊരു വലിയ മലയാണ്, ഇടയ്ക്കൽ മല എന്ന് പറയും, അമ്പുകുത്തി മല എന്ന് പറയും. ആ ഭാഗത്താണ് വലിയ സൗണ്ടോടുകൂടി ഈ ഒരു മുഴക്കമുണ്ടാവുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ വയനാടിന്റെ പല മേഖലകളിൽ, വൈത്തിരി താലൂക്കിന്റെ പല മേഖലകളിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ വീടുകളിൽ കൂടി കയറി അവിടുത്തെ പ്രതികരണങ്ങൾ കൂടി ചോദിക്കാം. കാരണം സമീപത്തുള്ള ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടായി എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ചേട്ടനോട്, ചേട്ടാ ഇങ്ങനെ സൗണ്ട് കേട്ടിരുന്നോ? സൗണ്ട് ചെറുതായി കേട്ടിരുന്നു. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒന്നുമില്ല, ജർക്കിങ്ങോ മറ്റു കാര്യങ്ങളോ. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെറുതായിട്ടുണ്ടായിരുന്നു.
അന്ന് ഒരു സെക്കൻഡ് പിന്നെ ഒരു ചെറിയ ചലനം ഉണ്ടായിരുന്നു. അത് 2 വർഷം മുമ്പ്. അപ്പൊ അതിന്റെ ഇങ്ങനെ ഇരിക്കുന്ന ഇതുപോലെ ഇരിക്കുന്ന പാത്രങ്ങള് ഒന്നിങ്ങനെ ചാടി നിന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലബ്ബ് ഉണ്ട്. അപ്പൊ തലേദിവസം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അവിടുന്ന് ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം ക്ലബ്ബ് ഇറക്കാൻ നോക്കുമ്പോ ഈ ചുമര് അതുപോലെ തന്നെ തറ ഒന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അത് അന്ന് പിന്നെ അത് ഇതുപോലെ വയനാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അത് അത്ര മൈൻഡ് ചെയ്തില്ല. വേറെ അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥരൊക്കെ? ഇല്ല, ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാക്കിയുള്ള വീടുകളിൽ മറ്റവർക്ക് ചോദിച്ചപ്പോൾ അവിടെയൊന്നും വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പൊ ഈ ക്ലബ്ബ് ഒരു ഹാള് പോലെയാണല്ലോ, അതുകൊണ്ടൊന്നും അങ്ങനെ ഉണ്ടായത്. പിന്നെ അതിനുശേഷം പിന്നെ ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായില്ല. ഇവിടെ ഇപ്പോഴും ഭീതിതമായ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. 2 തവണ കേട്ടു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ വയനാട്ടിലുള്ള ഇപ്പോഴത്തെ ഈ സാഹചര്യം ഉണ്ടല്ലോ, അതാണ് ആൾക്കാരെ എല്ലാവരും പേടിപ്പെടുത്തുന്നത്. കാരണം അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷേ എന്താ പറയുക, ഇവിടെ ഈ പ്രദേശത്തൊക്കെ പിന്നെ ചെറിയൊരു ഇതുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഈ എന്റെ ഇവിടെ 10 മുതൽ എന്റെ അനിയന്റെ കച്ചവടം ചെയ്യുന്ന കടയില്ല അവിടെ. അതിന്റെ അകത്ത് ചെറിയ ചലനം ഉണ്ടായി എന്നാ പറയുന്നത്. പക്ഷെ ഇങ്ങോട്ടൊന്നും അങ്ങനെ അനുഭവപ്പെട്ടത്. ആ പാറയുടെ മുകളിൽ ആയതുകൊണ്ടാവാനാ വഴി. ഇവിടെ ഒന്നും അങ്ങനെ ചലനുണ്ടായതായിട്ട് ആരും പറയുന്നില്ല. നമുക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഈ ഉദ്യോഗസ്ഥർ വല്ലതും വന്ന് കണ്ടായിരുന്നോ? അല്ലെങ്കിൽ എങ്ങനെ വന്നിരുന്നു, വില്ലേജ് ഓഫീസറൊക്കെ വന്നിരുന്നു. ഇവരെന്താ പറയുന്നത്? അല്ല, അവരിപ്പോ എന്താ പറയാ, അവർക്ക് അതിനെക്കുറിച്ച് ആധികാരികളൊന്നും പറയാൻ പറ്റുന്നില്ല. അവരെ പരിശോധനയിൽ ഇവിടെ എന്തെങ്കിലും പിന്നെ പറയാൻ പറ്റുന്നൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇനി അതുമായി ബന്ധപ്പെട്ട ഈ ഇടിമുഴക്കോ അല്ലെങ്കിൽ ഭൂമിചലനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുള്ള ആൾക്കാരാണല്ലോ അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത്. അവർ വരും, അവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വില്ലേജ് ഓഫീസർക്ക് പറഞ്ഞത്. ഈ ഭാഗത്തൊന്നും ജെർക്കിങ്ങോ അങ്ങനെയുള്ള ജെർക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ തന്നെയാണ് ഭവ്യ. ഇവരിങ്ങനെ പറയുന്നത് അനുസരിച്ച് ഇവിടെ പല കുടുംബങ്ങളുണ്ട്. ഏകദേശം 400-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ പല ഭാഗങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള മുഴക്കം വലിയ സൗണ്ടോടുകൂടി കേട്ടത്. അവിടെയൊക്കെ കൃത്യമായി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പക്ഷേ അവർ ഇതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. പക്ഷേ നമുക്ക് നേരത്തെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇതിനു മുമ്പേ ഇതുപോലെ ഒരു തരത്തിലുള്ള സൗണ്ടുകളൊന്നും കേട്ടിരുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ചേട്ടൻ പറയുന്ന പോലെ തന്നെ 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ 1 സെക്കൻഡോളം രീതിയിൽ ഇത്തരത്തിൽ പാത്രങ്ങൾ കുലുങ്ങുകയും ഒപ്പം തന്നെ അവിടെ സമീപത്തുള്ള ക്ലബ്ബിൽ വിള്ളലുണ്ടാകുകയും ചെയ്യുന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. പക്ഷെ അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അന്ന് ആരെയും അറിയിച്ചില്ലായിരുന്നു, ഉദ്യോഗസ്ഥരൊന്നും തന്നെ അറിയിക്കുകയും ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ദുരന്തം നേരിടുന്നു, വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു പേടിയിലേക്ക് പോകുന്നത്, വലിയ ഭീതിയിലേക്ക് പോകുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു, അതായത് മറ്റ് ജോലികൾക്കുമൊക്കെയായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകൾ അവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടേക്ക് തിരികെ വരികയാണ്. അതായത് ഈ വീട്ടുകളിലൊക്കെ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി നോക്കുന്നവരാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭയന്ന് ഓടി വരികയാണ്. ഇപ്പോൾ അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്താണ് വലിയ സൗണ്ടോടുകൂടി നമുക്ക് ഈ കാണുന്ന ഈ പാറ, വലിയ മല, ആ ഭാഗത്ത് വലിയ ജെർക്കിംഗ് ഉണ്ടാകുന്നു, വലിയ രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിൽ വലിയ സൗണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ ആളുകളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നു. ഈ കാണുന്ന സമീപത്തുള്ള ഈ കടയിലാണ് ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഒരു ജെർക്കിംഗ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആ കടയിലെ ചേട്ടനുമായി നമുക്ക് അല്പസമയം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണത്തോട് കൂടി പോകാം. കാരണം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകളുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രദേശം എങ്ങനെയാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചോദിക്കുകയും ചെയ്യുന്നു.